ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും റംദാൻ മുബാരക്. അപ്പോൾ എല്ലാവരും നോമ്പെല്ലാം പിടിച്ചിട്ട് നല്ല സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈദ് ഷോപ്പിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നോമ്പ് 3-ാം പത്തിലേക്ക് എത്തിയിട്ടുണ്ടല്ലോ. ഇനി ആകെ 8-9 ദിവസമല്ലേ ഉള്ളൂ. ഭയങ്കര ചൂടുമാണ്. പിന്നെ നോമ്പെല്ലാം പോകുമ്പോൾ ഒരു സങ്കടവും വരുന്നുണ്ട്. ഇപ്പോൾ മാസമെല്ലാം ദിവസം പോകും പോലെയല്ലേ പോകുന്നത്. പെട്ടെന്ന് പോകുന്നുണ്ട്. എല്ലാവരും നോമ്പായി എന്ന് പറഞ്ഞിപ്പോൾ നോമ്പ് കയ്യലുമായി. അപ്പോൾ ആ ഒരു വിഷമമുണ്ട്. പിന്നെ ഭയങ്കര ചൂടുമാണ്. മഴയെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ചൂടിനൊരാശ്വാസം കിട്ടട്ടേന്. അപ്പോൾ ഇത് നമ്മൾ അത്താഴത്തിന് വേണ്ടിയിട്ട് സ്നാക്സ്, ഇവിടെ ആരും അങ്ങനെ ഫുഡൊന്നും കഴിക്കലില്ല കേട്ടോ. ഇവർക്ക് ചായയും ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമാണ് വേണ്ടത്. അപ്പോൾ അതിന് കുറച്ച് സ്നാക്സ് വാങ്ങിയിട്ടുണ്ട്. അതിനതെല്ലാം എടുത്തു വെക്കലാന്ന്. പിന്നെ കുറേ കമൻസ് വരുന്നുണ്ടായിന്, നിങ്ങൾ ഏതാ ഫേസ് വാഷ് ഏതാ യൂസ് ചെയ്യുന്നത്, ഷാംപൂ ഏതാ യൂസ് ചെയ്യുന്നത്, അങ്ങനെയെല്ലാം കുറേ ഡൗട്ട്സ് എല്ലാം ചോദിക്കുന്നുണ്ടായിന്. അതിൻ്റെ വ്ളോഗ് ചെയ്യുമെന്നെല്ലാം ചോദിച്ചിട്ട് ഇൻഷാല്ല നോമ്പെല്ലാം കഴിഞ്ഞിട്ട് അതുപോലത്തെ വ്ളോഗ്സ് ഇൻഷാല്ല ചെയ്യാൻ നോക്കാട്ടാ. പിന്നെ ഫേസ് വാഷ് പിയേഴ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് എൻ്റെ ഗ്രോസറി ഷോപ്പിംഗ് ഡേയിൽ ഞാൻ പർച്ചേസ് ചെയ്യുന്ന കാണിക്കുന്നുണ്ടായിന്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നല്ലൊരു അടിപൊളി റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. ഐസ്ക്രീമിൻ്റെ ടേസ്റ്റിലുള്ള അടിപൊളി കസ്റ്റേർഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം ഞാനൊരു പാത്രത്തിൽ 2 കപ്പ് പാലെടുക്കുന്നുണ്ട് കേട്ടോ. 2 കപ്പ് പാലും 1 കപ്പ് വെള്ളവും. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ പാലെടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ 2 കപ്പ് പാലും 1 ഗ്ലാസ് വെള്ളവും എടുക്കുന്നുണ്ട്. ഇനി പാലും വെള്ളവും എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 കപ്പ് വെള്ളത്തിൽ 5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പം നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. നമുക്ക് ഇവിടെ എല്ലാവർക്കും കുറച്ച് തിക്കായിട്ടാണ് കേട്ടോ വേണ്ടത്. ഒരു ഐസ്ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു ഇതിലാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ എടുത്തത്. ഇത് നമുക്ക് കട്ടിയൊന്നും ഇല്ലാണ്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ പാലും വെള്ളവും ഒഴിച്ച ആ മിക്സിയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം ഫ്ലെയിം ഒന്നും ഓൺ ആക്കണ്ട കേട്ടോ, ഓഫിൽ തന്നെയാണുള്ളത്. ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി 1/2 കപ്പ് വെള്ളത്തിൽ, അതായത് 1/2 ഗ്ലാസ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് ഇതേപോലെ കട്ടിയില്ലാണ്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ആ പാലിൻ്റെ മിക്സ്ചറിൽ അതിലേക്ക് അതും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരൻ്റെ അളവെല്ലാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിടാം. ഇനി വേണ്ടത് 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ്, അതും കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിൻ്റെ അളവും കൂട്ടണമെങ്കിൽ കൂട്ടാം. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ഇനി ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുന്നേ ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേണം ഫ്ലെയിം ഓൺ ചെയ്യാനിട്ടാ. എന്നിട്ട് നല്ലപോലെ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇളക്കിയിട്ട് തിളച്ച് വരുന്നവരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്, ഇത് തിക്കായി വരുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് തിക്കായി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ല തിക്കായി വരുന്നുണ്ട്. ഇത് ഇളക്കാനിന് നമുക്കൊരു ബുദ്ധിമുട്ട് പോലെയാണ്, ആ വിധത്തിൽ തിക്കാകുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണിയാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. അങ്ങനെ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് 1 ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 അനാറാണ്, 1 അനാറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഡേറ്റ്സ്, അത് കുരു കളഞ്ഞിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത്തിപ്പഴവും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറുത്ത ഗ്രേപ്സ് ഇല്ലേ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആൽമണ്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് നേരത്തെ നമ്മൾ നല്ലപോലെ തണുപ്പിച്ച് വെച്ച കസ്റ്റേർഡ് ഇല്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല തിക്കായി വന്നിട്ടുണ്ട്. നല്ല ഐസ്ക്രീം കഴിക്കുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഉള്ളത്. ഇതൊക്കെ കൂടി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മൾ സാധാരണ ലൂസായിട്ടുള്ള കസ്റ്റർഡ് കഴിക്കുന്നതിനേക്കാളും ഈ ഒരു ഐസ്ക്രീം കഴിക്കുന്ന ആ ഒരു ഇതിൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഷോപ്പിംഗ് വ്ളോഗ് കാണാം.
ഇലു കണ്ട ഭയങ്കര ദേഷ്യത്തിലാണുള്ളത്. എന്തെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ഒന്നിച്ച് പോയതാണ് കേട്ടോ. എല്ലാവരും ഫുള്ള് ഫാമിലി ഉണ്ടായിന്, ഉമ്മ ഉപ്പ പിന്നെ ബ്രദറിൻ്റെ ഫാമിലി എല്ലാവരും ഒന്നിച്ച് പോയതാണ്. അപ്പോൾ അവർക്കും ഡ്രസ്സെല്ലാം എടുക്കാനുണ്ടായിന്. ഞാൻ ആകെ 10 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഏതായാലും അങ്ങോട്ട് പോകാനുണ്ട്, അപ്പോൾ ഡ്രസ്സ് എടുത്തിട്ട് വരാമെന്ന് ഇല്ലയിൽ പോയതാണ്. അപ്പോൾ 2 കാറായിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ആദ്യം ബ്രദറിൻ്റെ കാറ് പോയ ദേഷ്യമാണ് ഇല്ലൂന്. ഓന് ഫസ്റ്റ് പോകണം, എപ്പോഴും ഒന്നിച്ച് പോകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ എത്തണം, ആ ഒരു ഇല്ലാന്ന് ഓന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇറങ്ങുമ്പം റെഡി ആയിട്ടെല്ലാം കീമ്പം ലേറ്റായി, അവർ പോയി കഴിഞ്ഞ്. ആ ഒരു ദേഷ്യമാണ് കേട്ടോ അവന് കാണിച്ചത്. എല്ലാ കുട്ടികളും അങ്ങനെയല്ലേ, അവർക്കൊരു റേസിംഗ് മൈൻഡെല്ലാം ഉണ്ടാവുമല്ല. അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് ഇറങ്ങിയിട്ടാ. പിന്നെ ഇതാ ഹൈവേൻ്റെ കാര്യം ഒന്നും പറയണ്ട, നമുക്ക് ഏത് സ്ഥലം എത്തിയെന്ന് വരെ മനസ്സിലാവുന്നില്ല. റോഡെല്ലാം അങ്ങനെയാണ് ആയിട്ടുള്ളത്. പക്ഷേ മാഷാഅല്ലാ നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ടുള്ളതിനേക്കാളും കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൻ്റെ മറ്റേ ബോർഡറിൽ മഞ്ചേശ്വർ ആ സൈഡെല്ലാം നല്ല ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അവിടെയെല്ലാം ഏകദേശം കോൺക്രീറ്റ് എല്ലാം ആയിട്ടുണ്ട്. ഇടിയും ആകുന്നുണ്ട്. നമുക്ക് നമ്മളെ സ്ഥലം തന്നെ ഏതെന്നൊന്നും മനസ്സിലാകുന്നില്ല, ആ ഒരു രീതിയിലാണ് ആയിട്ടുള്ളത്. എല്ലാം റോഡെല്ലാം വന്നിട്ടാകുമ്പം ഇൻഷാ അല്ലാ എല്ലാം സെറ്റാവും. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 2-2.5 മണിക്കൂറുണ്ട് കേട്ടോ മാംഗ്ലൂർ എത്താൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് പോകുന്ന വഴിക്ക് എൻ്റെ ഏട്ടത്തിൻ്റെ പുരക്കും കയറാനുണ്ടായിനി. അതെല്ലാം കയറിക്കഴിഞ്ഞ് അങ്ങോട്ട് എത്തുമ്പം ഒരു 3 മണി ആ സമയമെല്ലാം ആയിട്ടുണ്ടായിനി. നമ്മൾ ആദ്യം ഇങ്ങനെ നേരെ സിറ്റി സെൻറ്ററിലേക്കാണ് കേട്ടോ പോയത്. പിന്നെ ഉമ്മാനെയും ഉപ്പാനെയും ഹോസ്പിറ്റലിൽ കാണിക്കാനും ഉണ്ടായിന്. അപ്പോൾ ഡോക്ടറുടെ ടൈം 4 മണിയാണ്. പിന്നെ കുട്ടികൾക്കെല്ലാം ഡ്രസ്സെല്ലാം വാങ്ങണ്ടേ. ഇലൂന് അന്ന് മാംഗ്ലൂർ പോയരം വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ ആ സമയം വരെ ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് സിറ്റി സെൻറ്ററിൽ കയറിയതായിരുന്നു. പിന്നെ അന്ന് പോയരം ഇല്ല, അതേ സ്റ്റോക്ക് തന്നെയും തോന്നുന്നിട്ടാ. പുതുതായിട്ടൊന്നും തോന്നിയിട്ടാ, വലിയ കളക്ഷൻസും കാര്യമായിട്ട് അങ്ങനെ തോന്നിയിട്ടാ. പിന്നെ ഇല്ലെല്ലാം ഒപ്പിച്ച് വാങ്ങിയതാണ്. അങ്ങനെ ആദ്യം മാക്സിൽ കയറി. മാക്സിലും അങ്ങനെ വലിയ കളക്ഷൻസ് ഉണ്ടായിട്ട് തോന്നിയിട്ടാ. പിന്നെ മെട്രോയിൽ നല്ല കളക്ഷൻസ് ഉണ്ടായിട്ടാ. എനിക്കധികവും വെസ്റ്റ് സൈഡ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് ഡ്രസ്സ് കിട്ടൽ. മെട്രോയിലും നല്ല അടിപൊളി കളക്ഷൻസ് എല്ലാം ഉണ്ടായിന്. ഓഫറൊന്നും ഉണ്ടായിട്ടേട്ടാ. എന്നാലും ചെരുപ്പെല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടായിന്. ഇതിൽ ഞാൻ വാങ്ങിയതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. ഇൻഷാ അല്ലാ ഈദ് വ്ലോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഇൻഷാ അല്ലാ കാണിച്ചു തരാം. പിന്നെ ഞാൻ അച്ഛൻ്റെ ബ്രദറിന് ഡ്രസ്സ് വാങ്ങാനുണ്ടായിന് പെരുന്നാക്കും. ഓന് പിന്നെ ഇൻറ്റേൺഷിപ്പിന് പോകാനെല്ലാം ഉണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് വാങ്ങാനുണ്ടായിന്. പിന്നെ കുട്ടികൾക്കെല്ലാം വിശന്നിട്ടാ, രാവിലെ പുരക്കുന്ന് കഴിച്ചിട്ട് വന്നതല്ലേ. അപ്പോൾ ഷോപ്പിൻ്റെ ഉള്ളിൽ എന്തായാലും ഇതെല്ലാം തിന്നാൻ വിടൂല. അപ്പോൾ ഓന് വിശക്കുന്നെന്ന് പറഞ്ഞിട്ട് സ്റ്റാഫിനോട് ഓന് പെർമിഷൻ ചോദിക്കുന്നുണ്ടായിന് തിന്നാൻ പറ്റുമോയെന്ന്. എന്നിട്ട് അവർ പെർമിഷൻ കൊടുത്തിട്ടാ തിന്നോ എന്നെല്ലാം പറഞ്ഞിട്ട്, അതുകൊണ്ട് സന്തോഷത്തിൽ ഡാൻസ് എല്ലാം കളിച്ച് തിന്നലാന്ന്. അങ്ങനെ നമ്മൾ 4 മണി ആ സമയം എല്ലാകുമ്പം ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് 6:35 ആയിട്ടാ ഹോസ്പിറ്റലിൽ നിന്ന് കീയാനെ. അപ്പോൾ ആ ടൈമിൻ്റെ ഒരു ഇതാന്നിട്ട് ഇതെല്ലാം കാണുന്നത് അടിപൊളിയുണ്ട്. എല്ലാ ഷോപ്പിൻ്റെ സൈഡിലായിട്ട് ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ഫുഡ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടും ലൈറ്റിങ്സും ആൾക്കൂട്ടവും എല്ലാം ഭയങ്കര രസമുണ്ടായിട്ടാ കാണാൻ. എല്ലാ ഷോപ്സിൻ്റെ പുറത്തും ഇങ്ങനെ അടിപൊളിയായിട്ട് കാണാനുണ്ടായിന്. നമ്മളങ്ങനെ നേരെ ഫോറം മോളിലേക്കാണ് കേട്ടോ പോയത്. അവിടെ നിന്ന് നോമ്പ് മുറിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനൊരു വ്ളോഗിലും ഈ ഫോറം മോളിൽ നിന്ന് നോമ്പ് മുറിച്ച വിശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇങ്ങനെ ഫുഡിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടാ. അന്ന് ഭയങ്കര ക്രൗഡാണെന്നുണ്ടായിന്. ഇന്നും ആൾക്കാരെല്ലാം ഉണ്ട്, പക്ഷെ അന്നത്തെ അത്ര ക്രൗഡില്ല കേട്ടോ. ഇന്നെല്ലാം ഏകദേശം ആൾ കുറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ഇവിടെ
ജാതി മതം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരെല്ലാം വന്നിട്ട് നോമ്പ് മുറിക്കുന്നുണ്ട്. നല്ല രസമാണ് എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് നോമ്പ് മുറിക്കുന്ന ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ ഫുഡിൻ്റെയും സ്നാക്സിൻ്റെയും ജ്യൂസിൻ്റെ എല്ലാം പറ്റുന്ന പോലെ ക്ലിപ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരെല്ലാം ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കെല്ലാം ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫോറം മോളിൻ്റെ പുറത്ത് അറേഞ്ച് ചെയ്തതാണ് കേട്ടോ. ഈ ഒരു സ്റ്റോൾസ് എല്ലാം എല്ലാ വർഷവും ഉണ്ടാകുന്നുണ്ട്. നോമ്പിന് മാത്രം ഒരു മാസം എല്ലാ വർഷവും ഉണ്ടാകലുണ്ട് ഇതുപോലെ വേറെ വേറെ സ്റ്റോൾസ് ആയിട്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് എല്ലാ ആൾ വരുന്നുണ്ട് നോമ്പ് മുറിക്കാനെല്ലാമായിട്ട്. അങ്ങനെ നോമ്പ് മുറിച്ച് കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കേരളമാണ്. മാക്സിൽ വലിയ കളക്ഷൻസ് ആയിട്ട് തോന്നിയിട്ടാ ഇടുന്നൊന്നും വാങ്ങിയിട്ടാ. മോളിലെല്ലാം അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിട്ടാ. സിറ്റി സെൻറ്ററിലും ഉണ്ടായിട്ടാ, ഫോറം മോളിലും കുറവ് തന്നെ. പിന്നെ നോമ്പിൻ്റെ എല്ലാം ഭാഗമായിട്ട് അടിപൊളിയായിട്ട് ലൈറ്റിങ്സ് എല്ലാം ആക്കി അറേഞ്ച് ചെയ്തിട്ടിട്ട് അതിൻ്റെതെല്ലാം കാണാൻ നല്ല രസമുണ്ടായിന്. പിന്നെ ഇലൂന് അങ്ങനെ ഷോപ്പിങ്ങിന് പോകുന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ. അവനിങ്ങനെ കുറേ ഷോപ്സിൽ കയറി ഇറങ്ങുന്നതൊന്നും ഇഷ്ടമല്ല. ഞാൻ വാങ്ങുന്നില്ലെങ്കിലും എനിക്കിങ്ങനെ ഓരോരോ ഷോപ്സിൽ പോയിട്ട് കയറി നോക്കൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാനൊരു സാധാ സിമ്പിൾ ടോപ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ, നല്ല ലൂസിലിടാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, ഇൻഷാല്ല ഞാൻ വേറെ ഈദ് വ്ലോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കാണിച്ചു തരാം. പിന്നെ വെസ്റ്റ് സൈഡിലെല്ലാം മോശമില്ലാത്ത കളക്ഷൻസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇലുന സ്മാഷ് സോണിൽ കൊണ്ടുപോയതാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നേരം ഓന് കളിക്കണമെന്ന് പറഞ്ഞിട്ട് കളിപ്പിക്കാൻ പറ്റിയിട്ട. അന്നും നോമ്പെല്ലായിട്ട് ലേറ്റായി അങ്ങനെ പോയതാണ്. അപ്പോൾ ഈ പ്രാവശ്യം ഇങ്ങോട്ടേക്ക് വന്നേരം ഇവരെന്തോ ലൈറ്റിൻ്റെ എന്തോ ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കളിക്കാൻ പറ്റിയിട്ടാ. പിന്നെ ഓന് എല്ലാത്തിലും ഒന്ന് കയറി ഇറങ്ങലാണ്. ഓനിങ്ങനത്തെ എല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കയറലും കളിക്കലെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഡോളെല്ലാം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഒപ്പിച്ചിട്ടുണ്ട്. ഓനിതാ എത്ര ഡ്രസ്സ് വാങ്ങുന്ന ഡ്രസ്സ് മാത്രം വാങ്ങിയാൽ മതിയാന്നെല്ലാം പറഞ്ഞ് ദേഷ്യം പിടിച്ച് കളിക്കുന്നുണ്ട്. ഇനി രാത്രിയായിട്ടാണ് നമ്മൾ തിരിച്ചു പോലായി. അതിന് മുന്നേ ഒന്ന് സ്പാറിൽ കയറിയതായിരുന്നു. അപ്പോൾ ഇത് ഇല്ലു നേരെ ടോയ്സിൻ്റെ സെക്ഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവന് ടോയ്സ് വാങ്ങണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോലാന്ന് കേട്ടോ. രാത്രിയായില്ലേ, ഫുഡ് കഴിച്ചിട്ട് തന്നെ വീട്ടിലേക്ക് പോകാമെന്നില്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ കയറി. ഇവിടെ വാം ലൈറ്റ് ആയതുകൊണ്ട് ഒന്നും നേരെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ ലാസ്റ്റ് ഒരു ലൈം ടീ കുടിച്ചാൽ നല്ല രസമാണ് ഫുഡെല്ലാം കഴിച്ചിട്ട്. അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. ഷോപ്പിംഗ് വ്ളോഗും പിന്നെ റെസിപ്പിയെല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ പുതിയ റെസിപ്പീസും നല്ല വ്ളോഗുമായിട്ട് ഇൻഷാല്ല വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, റമദാൻ മുബാറക്.